മോർണിംഗ് എവറി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. സൺഡേ ആണ്. സൺഡേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചീറ്റിംഗ് ഡേ ആണ്. എനിക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങൾ കഴിക്കാം എന്നുള്ളതാണ്. മധുരങ്ങളും ചോക്ലേറ്റ്സും എല്ലാം, എന്ത് വേണം, ബിരിയാണി വേണം, എല്ലാം കഴിക്കുന്ന ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. പിന്നെ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. ഏർലി മോർണിംഗ് എണീറ്റ് പിന്നെ വീണ്ടും ഉറങ്ങിയതാണ് കേട്ടോ. അപ്പം ചൂട് ചായ ഉണ്ടാക്കി തുടങ്ങും. അതിന്റെ കൂടുതൽ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും ഞാനത് പറയാം. അതിന് മുന്നേ ഒരു ചായ ഉണ്ടാക്കി തരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ചായക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, അടിപൊളി ശുദ്ധമായ പാലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ ചായക്ക് വേണ്ടിയിട്ട് പാല് യൂസ് ചെയ്യുന്നത് അൽമറായന്റെ പാലാണ് കേട്ടോ. അൽമറായുടെ അടിപൊളി മിൽക്കാണ്. എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് സജഷൻ തന്നത്. ആ പറഞ്ഞു ചായ സൂപ്പറാണെന്നുണ്ടെങ്കിൽ ഈ പാല് കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ചായ കിട്ടും. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പല ബ്രാൻഡ്സും യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും ഈ ഇതിലുണ്ടാക്കുന്ന ചായയാണ്. അപ്പൊ നമുക്കൊരു അടിപൊളി ഫ്രഷ് മിൽക്ക് ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മള് ചുമ്മാ ഒരു ചായ അല്ല, നമ്മള് അതില് പാലെടുക്കുന്നതിന്റെ അളവ്, ചായപ്പൊടി മിക്സ് ചെയ്യുന്ന രീതികള്, വെള്ളം ചൂടാക്കി എടുക്കുന്ന രീതികള്, അതിൽ എത്രത്തോളം വെള്ളം കൂട്ടണം, ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ചായ നമ്മൾ വിചാരിക്കും ചായ വെരി സിമ്പിൾ എന്ന് വിചാരിക്കും. നോ, അതല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു നല്ലൊരു ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്തായാലും എനിക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് ഫുള്ളായിട്ടുള്ള ചായ വേണം. അതിന് ഒരുപാട് ചായ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാണുന്നുണ്ടാവില്ലേ, ഇത്ര കപ്പ് ഫുള്ളായി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത പാലുകൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഗ്യാസിൽ വെക്കാം. പലരും ചെയ്യുന്നൊരു കാര്യം എന്താ പറയാം, ചായപ്പൊടി പാലൊക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചായപ്പൊടി ഉള്ളൂ. ഞാൻ അങ്ങനല്ല, പാല് വെച്ച് ചെറുതായിട്ടൊക്കെ ചൂടായിരുന്നു കാണുമ്പോൾ തന്നെ ചായപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കും. എന്നാണ് എൻ്റെ പ്രത്യേകത. ഒരു 3/4 സ്പൂൺ ഞാൻ കാണിച്ചത് ചായൻ്റെ പരിവം. യെസ്, അപ്പൊ നമ്മുടെ ആവി പറക്കും ചായ റെഡി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുപോയി ഒരു രക്ഷയില്ലാത്ത ചായ. കുടിക്കുന്നതിന് മുൻപേ തന്നെ പറയാം, കുടിക്കേണ്ട ആവശ്യം നമുക്ക് ചായ കാണുമ്പോൾ തന്നെ അറിയാലോ. ഞാൻ ഈ ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പിണ്ടി എന്ന് പറയാം, ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇതിട്ട് വീണ്ടും ഒന്ന് ആ ഒരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി, ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചായ റെഡി ആയിട്ടോ. നമ്മളെ ചൂട് ചായയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ ഒതുക്കി കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്, പക്ഷെ എനിക്ക് ആയിപ്പോയി. ഇത് നമ്മള് ക്രീം ബണ്ണാണ്, സ്പെഷ്യൽ ക്രീം ബൺ. അടിപൊളി സാധനം കേട്ടോ. ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ചോക്ലേറ്റ് ഇതും കൂടെ കണ്ടിരുന്നു. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഒരാൾക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു തിരതിൽ കിടക്കുന്നുണ്ടോ ആ ക്രീമിയൊക്കെ. എന്താണ് ആ ക്രീം ഉണ്ടോ, ക്രീമോട് കൂടി ഇങ്ങനെ ചൂട് ചായ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പീസ് എടുത്ത് ചായയിൽ മുക്കി
ചായയുടെ മുക്കുമ്പോ സൂക്ഷിക്കുക. ചൂട് ചായയുടെ മുക്കി തൊള്ളയിലിടരുത്. പൊള്ളിപ്പോ. നിങ്ങൾ ചായ കുടിക്കുന്നില്ല? വേഗം പോയി ചായ കുടിച്ചോ. ചായ കുടിക്കാത്തവരട്ടോ. ചായ ഒക്കെ കുടിച്ചവരാണെങ്കിൽ ഉഷാറായിട്ട് ചോറും കറിയൊക്കെ റെഡി ആയിക്കോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.